ഹായ് ഫ്രണ്ട്സ്, അടുത്തൊരു നൈറ്റ് ട്രക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ട്രക്കിങ്ങിന് പോണത് മാത്തിരൺ ഹിൽസ് റേഞ്ചിലെ നാക്കിൻ്റെ ഫോർട്ട് അറിയുന്ന ഭാഗത്തേക്കാണ്. സമയം ഓൾറെഡി 12:30 കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മുംബൈ കർജാട്ട് ലോക്കൽ റൂട്ടിലെ വാങ്ങന റെയിൽവേ സ്റ്റേഷനിലാണ്. ഫസ്റ്റ് ഞങ്ങൾ നേരെ പോകുന്നത് നാക്കിൻ്റെ ടോപ്പിലേക്കാണ്. അവിടെ ചെന്നിട്ട് ഇന്ന് ഞങ്ങളവിടെ ക്യാമ്പ് ചെയ്യും. എന്നിട്ട് നാളെ നാക്കിൻ്റെ നിന്ന് പബ് ഫോർട്ട് പോകും. പബ് ഫോർട്ടിൽ നിന്ന് റെയിൽവേ ട്രാക്ക് വഴി മാത്തിരൺ പോകും. മാത്തിരണിൽ നിന്ന് ഗാർബറ്റ് പ്ലാറ്റ് വഴി ഡോം ലേക്ക് വഴി നേരെ ബീപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ പോകും. ഏകദേശം ട്രക്കിങ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 25 അല്ലെങ്കിൽ 30 കിലോമീറ്ററിനടുത്താണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നാക്കിൻ്റെ ട്രക്കിൻ്റെ ഒരു പകുതി ഭാഗം കവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബേസ് വില്ലേജ് ആയിട്ടുള്ള വകാച്ചിവാടി വില്ലേജ് കവർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം നമ്മൾ കുത്തനെയുള്ള കയറ്റമാണ്. ആ കയറ്റം കടന്നതിന് ശേഷം ഒരു വില്ലേജ് കൂടി ഉണ്ട് ഇവിടെ. ഈ വില്ലേജും കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കയറ്റം കയറുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഒരു മണിക്കൂർ കൊണ്ട് നമ്മളിപ്പം ഒരു 5 കിലോമീറ്ററോളം ഈ കയറ്റം കയറി വന്നു. അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് നമുക്കിനി കയറാൻ കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അതും കൂടി കയറിയിട്ട് അതിൻ്റെ മുകളിൽ ചെന്നിട്ട് സ്റ്റേ ചെയ്യാം. കയറ്റാണ്, നല്ല ടയറിങ് ആണ്, പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, ത്രില്ലിംഗ് ആണ്. ഇപ്പോൾ സമയം രാത്രി 3 മണിയായി. പുലർച്ചെ ആകുമ്പോഴേക്ക് പിനാക്കിലെത്തും എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കയറി കുറച്ച് നല്ല ഡീപ്പായിട്ടുള്ള ഫോറസ്റ്റിനകത്തേക്ക് എത്തി. ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ വന്നപ്പോഴേ കാറ്റും കൂടിയും കയറുന്നില്ല. നേരത്തെ ചന്ദ്രൻ്റെ വെളിച്ചമുണ്ടായിരുന്നു, ഇപ്പോൾ ആ വെളിച്ചമല്ല, ഒന്നുമില്ല. പിന്നെ ഉണ്ടല്ലോ ഈ സാധനം ലിറ്റിൽ ഹാർട്ട്, ഇത് ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഇതുവരെ ഞങ്ങൾ കഴിച്ചിരുന്നു, ഇത് ചായയുടെ കൂടെയൊക്കെ കഴിച്ചിരുന്നു. പക്ഷേ വെറും ലിറ്റിൽ ഹാർട്ടും പച്ചവെള്ളം കുടിക്കുമ്പോണ്ടല്ലോ അടച്ചോനെ ഒരു രക്ഷയില്ല. ഒരു രക്ഷയില്ല കേട്ടോ. നേരെ മുന്നിൽ ചണ്ടേരി ഫോർട്ട്, അവിടുന്ന് വ്യക്തമായിട്ട് കിടന്ന് കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് കലമാന്തിർക്കും പ്രബൽഗഡും നമുക്ക് മനസ്സിലാവണില്ല. എന്നാലും ചെറിയൊരു അടയാളം ഇവിടുന്ന് കാണാൻ കഴിയുന്നുണ്ട്. എനിക്കതൊന്നും ഉറപ്പില്ല. അപ്പോൾ നേരെ കൊടുത്തിട്ട് നോക്കാം. ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് നേരെ പോയിട്ട് ടെൻറ്റ് സെറ്റ് ചെയ്യുക, ഉറങ്ങാൻ നോക്കുക. ബാക്കിയുള്ള കാഴ്ചകളൊക്കെ രാവിലെ കാണാം. രാവിലെ ഒരു 6:30 അലാറം വെച്ച് എണീറ്റപ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. സൂര്യൻ ഉദിക്കാൻ ഇനിയും ഒരു അരമണിക്കൂറിൽ കൂടുതൽ എന്തായാലും ഉണ്ട്. ഈ കാണുന്ന ഈ പാറുണ്ടല്ലോ, ഇതിന്റെ ചുവട്ടിലാണ് നല്ല ടെന്റ് അടിച്ചത്. ടെന്റിൽ ആളില്ലാന്നുണ്ടെങ്കിൽ ടെന്റ് പാറിപ്പോകും. അത്രയും ശക്തമായ കാറ്റാണ് ഇതിന് മുകളിൽ അടിച്ചുകൊണ്ട് നിൽക്കുന്നത്. സോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നാക്കിൻ്റെ മുകളിലാണ്. ഈ നാക്കിൻ്റെ എന്ന് പറയുന്നത് ഒരു റിഡ്ജാണ്. സോ ഇന്നലെ രാത്രി ഒരു 3:30 ഞങ്ങളിവിടെ ടോപ്പിലെത്തി. എന്നിട്ട് ടെൻ്റ് അടിച്ചു, ഇവിടെ സ്റ്റേ ചെയ്തു. ഇന്ന് രാവിലെ സൺറൈസ് കണ്ടു. ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേക്ക് പോവുകയാണ്. നമുക്ക് ഓരോ സ്ഥലങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാം. നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന ഇവിടെ അടുത്തുള്ള പീക്കുകളെ കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞു തരാം. സോ നിങ്ങൾ ഈ ബാക്കിൽ കാണുന്ന ഈ താഴ്വാരുണ്ടല്ലോ, ഈ ഭാഗത്താണ് റെയിൽവേ സ്റ്റേഷൻ നിൽക്കുന്നത്, വാഗന റെയിൽവേ സ്റ്റേഷന്. അവിടെ നിന്ന് ഇന്നലെ 12:30 സ്റ്റാർട്ട് ചെയ്തു. ഒരു 4 കിലോമീറ്റർ നമ്മൾ നടന്നു ബേസ് വില്ലേജിക്ക്. അത് വകാച്ചിവാടി വില്ലേജ്. വകാച്ചിവാടി വില്ലേജിൽ നിന്നാണ് നമ്മൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അത് ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ അടുത്ത പ്ലാറ്റ്യൂലെത്തി. അവിടെ താഴെ നമുക്കൊരു പ്ലാറ്റ്യൂ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ കുറച്ച് ചെറിയൊരു ഗ്രാമമുണ്ട്. അവിടുന്ന് വീണ്ടും 1 മണിക്കൂർ കയറിയിട്ടാണ് നമ്മളിവിടെ ഇന്നലെ 3:30 ഇവിടെ എത്തി. ടെൻ്റ് അടിച്ചു. നല്ല കാറ്റായിരുന്നു, നല്ല തണുപ്പായിരുന്നു. ഞങ്ങൾ കുറേ ഭാഗത്തൊക്കെ ടെൻ്റ് അടിക്കാൻ നോക്കി കഴിഞ്ഞില്ല. അവസാനം ഒരു മലൻ്റെ ഒരു സൈഡിലാക്കിയിട്ട് ഞങ്ങൾ ഇന്നലെ ടെൻ്റ് അടിച്ചു.
ഇതാണ് നമ്മൾ ഇന്നലെ വന്ന വഴി. ഇവിടുന്ന് നോക്കുമ്പോൾ ഈ ബാക്കിൽ കാണുന്നുണ്ടല്ലോ, ഇതാണ് ചണ്ടേരി ഫോർട്ട്. അതുപോലെ ഇവിടുന്ന് ബാക്കിൽ നോക്കുന്ന സമയത്ത് കലവാന്തി ദർഗും പ്രബൽഗഡ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നല്ല ഫോഗ് ഉണ്ട് ഈ ഭാഗത്തേക്ക്. അത് കഴിഞ്ഞ് ഇതിൻ്റെ ബാക്കിൽ മാത്തേരൻ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മറവിലാണ് പെബ് ഫോർട്ട് നിൽക്കുന്നത്. അപ്പം നമ്മൾ അടുത്ത് പോകുന്നത് പെബ് ഫോർട്ടിലേക്ക്. ഇനി പെബ് ഫോർട്ട് എത്താൻ വേണ്ടിയിട്ട് ഈ റിഡ്ജിന് മുകളിലുള്ള ഒരു 4 മലകൾ നമുക്ക് ക്രോസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ ടെൻ്റ് അടിച്ച പിന്നാക്കൾ ഉണ്ടല്ലോ, അതിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെയാണ് ഈ പെബ് ഫോർട്ടിക്കുള്ള വഴി സ്റ്റാർട്ട് ചെയ്യുന്നത്. വഴിയിലൂടെ നടന്നു തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ കാണുക ഈ പാറയിലുള്ള ഒരു പിൻ ഹോളാണ്. ഇത് ഈ വലിയ പാറയുടെ നടുവിൽ കാണുന്ന ചെറിയൊരു ഹോളാണ്. ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ഈ റിഡ്ജിന്റെ 2 സൈഡ് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. ഇതിന് ഹിന്ദിയിൽ നേത എന്നാണ് പറയാ. സോ ഇതുപോലുള്ള നേതകൾ ഹരിചന്ദ്രഗഡിലും രാജ്ഗഡ്, ഋഷൽഗഡ്, രത്തൻഗഡ് എന്നീ ഫോട്ടോകൾ ഞങ്ങൾ മുമ്പ് പോയപ്പോൾ കണ്ടിട്ടുണ്ട്. ഇവിടെ നിൽക്കുന്ന സമയത്ത് 2 സൈഡിൽ നിന്നും ശക്തമായ കാറ്റാണ് ഇതിന്റെ അകത്തേക്ക് വീശിയടിക്കുന്നത്. ഈ പിൻഹോളിന്റെ അവിടെ കുറച്ചു നേരം ഞങ്ങൾ സമയം സ്പെൻഡ് ചെയ്തു. ഇവിടെ നിന്നിട്ട് തൊട്ടടുത്തുള്ള ചണ്ടേരി ഫോർട്ട് കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. ഇനി ഫസ്റ്റ് ഞങ്ങൾ പോകുന്നത് ഈ പിന്നാക്കിളിന്റെ ടോപ്പിലേക്കാണ്. സോ അവിടെ കയറാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് താഴോട്ട് ഇറങ്ങിയതിന് ശേഷം ഈ പാറയുടെ ചാരി ഒന്ന് മുന്നോട്ട് പോകണം. എന്നിട്ട് അവിടുന്ന് മുകളിലേക്ക് കയറി തുടങ്ങും. ഇതിന്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സ്റ്റെപ്പ് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഈ കാണുന്ന വലിയ പാറ ഉണ്ടല്ലോ, അതിൽ പിടിച്ചിട്ട് വേണം മുകളിൽ കയറാൻ. അപ്പൊ പോകുന്ന വഴിയിൽ നമുക്ക് ചെറിയ മരങ്ങളും അതുപോലെ തന്നെ ചെടികളൊക്കെ ഉണ്ട്. അപ്പൊ അതിലൊക്കെ പിടിച്ചിട്ട് നമുക്ക് മുകളിലേക്ക് കയറാൻ കഴിയും. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഒരു കുറച്ച് ഭാഗം നമുക്ക് ബുദ്ധിമുട്ടുണ്ട് കയറാൻ വേണ്ടിയിട്ട്. ഈ പാറയുടെ ഈ സൈഡിൽ ഒരു 3-4 പടവ് പോലെ നിൽക്കുന്നുണ്ട്. അപ്പൊ ആ ഭാഗത്തൂടെ നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കയറാൻ കഴിയും. അവിടെ കയറുന്ന സമയത്ത് ഗ്രിപ്പുള്ള ഭാഗങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ശരിക്കും പിടിക്കണം. അതുപോലെ തന്നെ കാലൊക്കെ വെക്കുമ്പോൾ ഏകദേശം ഒരു 2 ഫീറ്റ് ഹൈറ്റിലേക്ക് നമുക്ക് കാല് വെക്കേണ്ടി വരും. അപ്പൊ അവിടെ ഒന്ന് ശ്രദ്ധിക്കണം. ഇത് റിഡ്ജിന്റെ മുകളിൽ എത്തിയാലുള്ള വ്യൂ അടിപൊളിയാണ്. കാരണം ഇവിടുന്ന് നമുക്ക് ഒരു 360 ഡിഗ്രി തന്നെ കാണാൻ കഴിയും. നമ്മുടെ മുന്നിൽ ചണ്ടേരി ഫോർട്ട് ഉണ്ട്. റൈറ്റ് സൈഡിലാണ് നമ്മൾ ആനന്ദവാടി വില്ലേജ് നിൽക്കുന്നത്. ഇതിന്റെ ലെഫ്റ്റ് സൈഡിലാണ് കലവാന്തി ദർഗും പ്രബൽഗഡ് ഒക്കെ നിൽക്കുന്നത്. ഈ റിഡ്ജിന്റെ മുകളിലൂടെ ഈ തല മുതൽ ആ തല വരെ നടക്കാൻ ഒരു പ്രത്യേക രസാട്ടോ. ഇവിടുന്ന് നോക്കുമ്പോൾ ഈ താഴ്വാരുണ്ടല്ലോ നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്നുണ്ട്. മരങ്ങൾ കൂടിയ ഭാഗത്തൊക്കെ ശരിക്കും ഇപ്പോഴും പച്ചപ്പായിട്ട് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതിന്റെ ദൂരൊക്കെ നോക്കുന്ന സമയത്ത് വരണ്ടിട്ടുണ്ട്. പുല്ലുണ്ടാകുന്ന ഭാഗത്തൊക്കെ മഴ കഴിഞ്ഞ ഉടനെ തന്നെ വരണ്ട് പോയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് നമുക്ക് ചണ്ടേരി ഫോർട്ടിന്റെ അടുത്തുള്ളൊരു വ്യൂ ഇവിടുന്ന് കാണാൻ കഴിയും. ഇനി ഞങ്ങൾ പിന്നാക്കളുടെ മുകളിൽ നിന്ന് തിരിച്ചിറങ്ങാണ്. ഇനി ആദ്യത്തെ മലയുടെ മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ കാണുന്ന ഈ പാറ ഉണ്ടല്ലോ, ഇതിന്റെ മുകളിലേക്ക് കയറണം. ഇതിന് അപ്പുറത്തെ സൈഡിലൂടെ നമുക്ക് പിടിച്ച് കയറാൻ പറ്റും. വളരെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് മുകളിലെത്താൻ പറ്റും. സാധാരണ ഈ നാക്കിൻഡിലേക്ക് ട്രെക്കിംഗ് ചെയ്യുന്നവർ ഈ റിഡ്ജും അതുപോലെ തന്നെ ഇതിന് മുകളിലുള്ള പിന്നാക്കിലൊക്കെ എക്സ്പ്ലോർ ചെയ്തതിനു ശേഷം വന്ന വഴിയിലൂടെ തന്നെ അവർ തിരിച്ചു പോവുകയാണ് ചെയ്യുക. പക്ഷെ ഞങ്ങൾ പോകുന്നത് പെബ് ഫോർട്ടിലോട്ടാണ്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പെബ് ഫോർട്ടിലേക്കുള്ള വഴി എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം കൂടുതൽ ആൾക്കാരൊന്നും പോകാത്തതുകൊണ്ട് വഴിയിൽ നിറച്ചതുപോലുള്ള കുറ്റിക്കാടുകളാണ്. അപ്പോൾ അതിനിടയിലൊക്കെ ശ്രദ്ധിച്ചു പോകണം. ഇത് ശരിക്കും ഡ്രൈ ആയിട്ടുണ്ട് ഈ ഭാഗം. മാത്രമല്ല പോകുന്ന വഴിയിൽ ധാരാളം കള്ളിമുൾച്ചെടികളുണ്ട്. അപ്പോൾ അതിനിടയിലൂടെ നമ്മൾ പോകണം. അപ്പോൾ ഇങ്ങനെ ഈ കള്ളിമുൾച്ചെടിയും അതുപോലെ തന്നെ ഈ കുറ്റിക്കാടിന്റെ ഇടയിലൂടെ നടക്കുന്ന സമയത്ത് ഞങ്ങൾ തൊള്ളിയിലൊക്കെ സ്ക്രാച്ച് വീഴുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ സ്ഥലത്ത് ട്രെക്കിങ്ങിന് വരികയാണെന്നുണ്ടെങ്കിൽ പാൻറ്റും അതുപോലെ തന്നെ ഫുൾ സ്ലീവ് ടീഷർട്ട് ഇടാൻ ശ്രദ്ധിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ കമ്പനി പെയിന്റ് പോവും. അതുപോലെ തന്നെ നല്ല സ്ക്രാച്ചും കിട്ടും.
നല്ല ക്ലിപ്പ് ചില ഞങ്ങളിപ്പോൾ ആദ്യത്തെ മല ക്രോസ് ചെയ്തു. ഇപ്പോൾ രണ്ടാമത്തെ മലയിലെത്തി. ഈ ഭാഗത്തൊക്കെ നല്ല പച്ചപ്പുണ്ട് കേട്ടോ ഇവിടെ. കാരണം ഇവിടെ കുറച്ച് മരങ്ങളുണ്ട്. ഈ മരങ്ങളെ ചോട്ടിൽ വളരുന്ന ഈ കുറ്റിച്ചെടികളിലൊക്കെ ഫുൾ ഇലയും കാര്യങ്ങളും ഇപ്പോഴും നിൽക്കുന്നുണ്ട്, ഡ്രൈ ആയിട്ടില്ല. അതുകൊണ്ട് നല്ല രസമാണ് ഇതിനിടയിലൂടെ ഈ മരങ്ങൾക്ക് ഇടയിലൂടെയൊക്കെ നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് താഴ്വാരത്തല്ല കാഴ്ച ഇവിടുന്ന് കാണാൻ വഴി പറ്റുന്നുണ്ട്. പക്ഷെ എന്നാൽ ഈ വഴിയിൽ നിറച്ച് ഇതുപോലത്തെ മുള്ളുകൾ നിറഞ്ഞു നടക്കുന്നുണ്ട്. ഇവയിലൊന്നും തട്ടിയാൽ ബാഗോ അല്ലെങ്കിൽ ഡ്രസ്സൊന്നും തട്ടുകയെന്നുണ്ടെങ്കിൽ ആണ് കുളത്തി പിടിക്കുകയാണ് ഈ മുള്ളിൽ ചെയ്യുന്നത്. ഈ രണ്ടാമത്തെ മല കഴിയുന്ന സമയത്ത് നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇവിടുന്ന് നമുക്ക് പെബ് ഫോർട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ മാത്തേരണ്ടൊക്കെ ശരിക്കും ഇവിടുന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇനി ഇവിടുന്ന് തിരിച്ചിറങ്ങുന്ന ഭാഗം കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം പോകുന്ന വഴി കുറച്ച് സ്ലോപ്പ് കൂടുതലാണ്. മാത്രമല്ല ചില ഭാഗങ്ങൾ വഴിക്ക് വീതി വളരെ കുറവാണ്. ഒരടി പോലും ഉണ്ടാവില്ല വീതി. അതുപോലെ തന്നെ പോകുന്ന വഴിയിൽ കുറെ കള്ളിമുൾച്ചെടി ഉണ്ട്. അതുകൊണ്ട് പല ഭാഗങ്ങളിലൊക്കെ കുനിഞ്ഞിരുന്ന് വേണം നമുക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ നാക്കിൻ ട്രക്ക് കഴിഞ്ഞിട്ട് പെബിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, പെബ് ഫോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ റിഡ്ജിൻ്റെ മുകളിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പോകുന്ന വഴിക്ക് നമ്മൾ കണ്ടത് ഒരു സാധനമാണിത്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഇതാണ് നമ്മുടെ കല്ലുവാഴയുടെ കൊലയാണ്, വാഴക്കൊലയാണിത്. ഇത് മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. സാധാരണ അത് കഴിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറില്ല. മെഡിസിൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇനി ലാസ്റ്റ് ഞങ്ങൾക്ക് ക്രോസ് ചെയ്യേണ്ട പീക്കാണ് ഈ കാണുന്നത്. ഇത് ഇറങ്ങിയതിനു ശേഷം ഈ കാണുന്ന ഈ ജംഗ്ഷൻ ഉണ്ടല്ലോ, അമൻവാടി വില്ലേജിൽ നിന്ന് പെബ് ഫോർട്ടിലേക്ക് വരുന്ന ട്രെക്കിംഗ് റൂട്ട് ജോയിൻ ചെയ്യുന്നത് ഈ ഭാഗത്താണ്. ഇതിന്റെ മുകളിലാണ് പെബ് ഫോർട്ട് നിൽക്കുന്നത്. അത് ക്രോസ് ചെയ്തതിനു ശേഷം അപ്പുറത്ത് ചെറിയൊരു ലൈനായിട്ട് കാണുന്നുണ്ടല്ലോ, അതാണ് മാത്തേരണ്ട്. ഇനി നമുക്ക് അവിടെ എത്തണം. ഈ ഭാഗത്തൊക്കെ നല്ല കാറ്റാട്ടോ. അപ്പൊ നമ്മൾ ചില ഭാഗത്ത് നടക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് വീതി കുറഞ്ഞ ഭാഗത്ത് കൂടി നടക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. അതുപോലെ മറ്റൊരു കാര്യമാണ്, ഈ ഭാഗത്തൊന്നും വെള്ളം കിട്ടാനില്ല. അതുകൊണ്ട് നിങ്ങൾ ട്രെക്കിങ്ങിൽ വരികയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 4 അല്ലെങ്കിൽ 5 ലിറ്റർ വെള്ളം തന്നെ കരുതണം. ഇനി മാത്തേരണ്ട് എത്തിയാൽ അവിടുന്ന് നമുക്ക് വെള്ളം കിട്ടും. അതുവരെ വെള്ളം കിട്ടാനുള്ള ഒരു ചാൻസും ഇല്ല. എങ്ങനെയുണ്ട് കയറിയത്? ഒറ്റ സ്ട്രെച്ചിൽ കയറാൻ കഴിയില്ല, വളരെ കുത്തനെയാണ്. അങ്ങനെ ഞങ്ങളിപ്പോ 4ാമത്തെ പീക്കിന്റെ മുകളിലാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് നേരെ പെബ് ഫോർട്ടിലേക്കാണ് പോകുന്നത്. ആനന്ദവാടി വില്ലേജിൽ നിന്ന് പെബ് ഫോർട്ടിലേക്ക് വരുന്ന വഴി ജോയിൻ ചെയ്യുന്നത് ആ കാണുന്ന പെട്ടിപ്പീട് ഉണ്ടല്ലോ, അതിന് ചാരിയിട്ടാണ് ആ വഴി വന്ന് ജോയിൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് മുകളിലേക്ക് പോകണം. മുകളിലാണ് പെബ് ഫോർട്ട് ഉള്ളത്. അപ്പോൾ പെബ് ഫോർട്ടിന്റെ മുകളിൽ കയറാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് കുത്തനെ സ്ട്രൈറ്റ് കയറേണ്ട ആവശ്യമില്ല. പകരം ഇതിന്റെ സൈഡിലൂടെ നമുക്കൊരു വഴിയുണ്ട്. സൈഡിലൂടെ പോയിട്ട് ഇതിന്റെ അപ്പുറത്തെ സൈഡിലൂടെ നമുക്ക് മുകളിലേക്ക് കയറാൻ കഴിയും. നമ്മൾ പോകുന്ന വഴിയിൽ സംഭവം ഉണ്ടായി. ഒരു 2 ടീം ട്രെക്കിങ്ങിന് വന്നിരുന്നു. 2 പേര് വഴി തെറ്റിയിട്ട് അവർ നമ്മൾ നേരത്തെ പറഞ്ഞ ജംഗ്ഷൻ ഉണ്ടല്ലോ, അവിടുന്ന് ആ ഭാഗത്തേക്ക് പോയി. അവർ ഞങ്ങൾ വഴിയിൽ നിന്ന് കണ്ടു. പിന്നെ വേറെ 2 ആൾ കൂടി ട്രെക്കിങ്ങിന് വന്നിട്ട് അവർ വഴി തെറ്റിയിട്ട് ആ ഭാഗത്ത് പോയി പെട്ട് നിൽക്കുകയാണ്. താഴത്തോട്ട് ഇറങ്ങാനും വയ്യ, മുകളിലേക്ക് കയറാനും വയ്യ. അവരെങ്ങനെ അങ്ങോട്ട് എത്തി, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സ്റ്റെക്കാൻ നിൽക്കണം. അപ്പോൾ അവിടെ പോയി നോക്കണം. പട്ടിക്ക് നമുക്കൊന്ന് ഈ താഴത്തോട്ട് അല്ലെങ്കിൽ മുകളിലേക്ക് നമുക്കൊന്ന് എത്തിക്കാൻ നോക്കാം.
हाय हाय राउंड मेरे भैया हाय हाय ऊपर को वो पिടിക്കാൻ കൊടുത്താ चल अच्छा ये खाली पाय दे हाय 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 आराम से ठीक है आओ इधर नहीं फिरो नॉट फिरो दूसरा ಆಯ್ತು ಆರಾಮ ഒരാളിറക്കി മൂന്നെണ്ണം കൂടി മേലുണ്ട് നോക്ക് ठीक है ना പച്ചപ്പ് കാണുന്നുണ്ടല്ലോ അതിൽ കൂടെ അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് വഴി പോകുന്നത് പക്ഷെ അവരിങ്ങോട്ട് ഇങ്ങനെ തെറ്റിക്കയറി അവരെങ്ങനെ മുകളിൽ കയറി പിന്നെ ഇവിടെ പെട്ട് നിൽക്കുകയാണ് വെറുത്തിനിറങ്ങി മുകളിലൊരു 3 ആളും കൂടി ഉണ്ട് പിന്നെ സുമേഷ് നിൽക്കുന്നുണ്ട് അവിടെ സോ ഗായ്സ് ഞങ്ങളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഞങ്ങൾ ശരിക്കും കുഴങ്ങിയിട്ടുണ്ട് സംഭവം എന്താ ഉണ്ടായെന്ന് ചോദിച്ചാൽ 8 പേര് ഒന്നിച്ച് ട്രെക്കിങ്ങിന് പോയതാണ് അപ്പോൾ അവർ വഴി മാറിയിട്ട് ഈ കാണുന്ന പീക്ക് കുത്തനെ കയറാൻ നോക്കി അതിലെന്താ സംഭവിച്ചു വെച്ചാൽ 3 ആളെ ഇവർ 5 ആൾ ബാക്കി 5 ആൾ കൂടിയിട്ട് 3 ആൾ എങ്ങനെ സപ്പോർട്ടോട് കൂടി മുകൾക്ക് കയറി ബാക്കിയുള്ള 5 ആൾ പെട്ടു പറഞ്ഞാൽ അവർക്ക് മുകൾക്ക് ഇറങ്ങാൻ വയ്യ താഴത്തേക്ക് ഇറങ്ങാൻ വയ്യ ശരിക്കും പെട്ടുക്കും നല്ല പേടിച്ചിരിക്കുകയാണ് അവിടെ നിന്നുണ്ട് അപ്പോൾ ആദ്യം പറയല്ലത് ട്രെക്കിങ്ങിന് പോണ സമയത്ത് വഴി അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് പോയിക്കോളൂ ഇല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ പോവുക പ്രത്യേകിച്ച് റോ ക്ലൈമ്പിംഗ് ഉള്ള ഭാഗമാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവർ ഓൾറെഡി പോലീസിനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ മുകളിൽ കൂടെ പോലീസ് വണ്ടി റെസ്ക്യൂ ടീമിൽ താഴെ വന്ന് നിൽക്കുന്നുണ്ട് ഞങ്ങൾ ഓൾറെഡി കുഴങ്ങി അപ്പോൾ ഞങ്ങളെ ബാഗ് ഞങ്ങൾ മുകളിൽ നിന്ന് കൊണ്ടാൻ പറഞ്ഞു ഞങ്ങൾ 3 ആൾ ഇവിടെ ഉണ്ട് ഞങ്ങൾ നേരെ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഞങ്ങൾ എന്തായാലും അവിടെ അവരെ തിരിച്ച് സേഫായിട്ട് ഇവിടെ താഴെ എത്തിച്ചിട്ടുണ്ട് താഴെ പോലീസ് നിൽക്കുന്നുണ്ട് അവിടുത്തെ ഫോർമാറ്റ് എന്താ എനിക്ക് അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇവിടെ തന്നെ വൈൻഡപ്പ് ചെയ്യാണ് ഞങ്ങൾ തിരിച്ചിറങ്ങുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കോൾ ഉണ്ടല്ലോ കോളിൽ നിന്ന് നേരെ ആനന്ദവാടി വേസ് വില്ലേജിലേക്കാണ് ഇവിടെ തിരിച്ചിറങ്ങുന്നത് ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ കൂടി പോയാൽ വില്ലേജ് എത്തും അപ്പോൾ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം കാരണം നമ്മളെ പ്ലാൻ ഇന്ന് പബ്ബ് പോയിട്ട് മാത്രം പോയി കാർബറ്റ് പോകാനോ ഞങ്ങളെ കൂടെ ഒരിക്കലും അതിന് കഴിയില്ല ഞങ്ങൾ തിരിച്ചു പോവാണ് ഇവരെ ഇവിടുന്ന് താഴത്തേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 3 മണിക്കൂർ എടുത്തു ടൈം ഓൾറെഡി 3:30 ആയി ഞങ്ങളൊരു 12:30 അവരെ അവിടുന്ന് റെസ്ക്യൂ ചെയ്യാൻ തുടങ്ങിയത് താഴത്തേക്ക് എത്തിയപ്പോൾ ഏകദേശം 3:30 ആയപ്പോൾ ടൈം അപ്പോൾ ഞങ്ങൾ എന്തായാലും പോവാണ് അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഇന്ത്യൻ ട്രയൽ താങ്ക് യു വെരി മച്ച് नहीं ऐसा कुछ नहीं कोई मदद नहीं करता आपके पहले जो गए ना बोलते हाँ उधर आरटीए पर बोलो मदद तो करो कौन सा पुलिस हम लोग यहाँ से हम लोग वहाँ से ना यहाँ से सीधा नीचे उतरा कितने मीटर तुम्हें बरं या ना की चालू